എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫി ആണെങ്കിൽ അവന്റെ പവർ ബൂസ്റ്റപ്പ് ചെയ്ത് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത ആ ഏജന്റ് വില്ലൻ ആളാണെങ്കിൽ കോർട്ട് ഹൗസിന് മുൻപിലുള്ള ആ 3 തലയുള്ള ആളെ വിളിച്ച് ഇപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ അതെന്താണെന്ന് ചോദിക്കും. അതിനവൻ പറയും, ബോസ് ഇവിടെ സിറ്റുവേഷൻ അത് വളരെ ബാഡാണ്. നമ്മുടെ മുൻപില് ഇനി അധികം സോൾജിയേഴ്സ് ഒന്നും ബാക്കിയില്ല. ആ വില്ലന്മാര് അവർ ഓൾമോസ്റ്റ് എല്ലാവരെയും തല്ലിക്കൊന്ന് കോർട്ട് ഹൗസിന്റെ തൊട്ട് മുൻപിൽ എത്തിയിരിക്കുകയാണ്. അത് കേട്ട ഏജന്റ് വില്ലൻ അവൻ ഫുൾ കലിപ്പില് അങ്ങനെ ദേഷ്യപ്പെട്ട് പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഇത് പറയാനാണോ നിങ്ങളെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിർത്തിയത്? നിങ്ങളുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാരണവശാലും ആരെയും കോർട്ട് ഹൗസിന്റെ അകത്തേക്ക് വരാൻ അനുവദിക്കാൻ പാടില്ല. ഉടനെ ആ 3 തലയുള്ളവൻ അവൻ നിലവിളിച്ച് പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ഒരു സ്ഥലം അത് വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടേക്ക് ഒരു കാരണവശാലും പൈററ്റ്സോ ക്രിമിനലോ ഒന്നും തന്നെ വരാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഈ ഇടം പോലും തകർത്ത് കളഞ്ഞെന്ന് പറയും. അത് കേട്ട് ആ തവള അതെടുത്ത് ചാടി വന്ന് അവിടെയുള്ള മിലിറ്ററി ഫോഴ്സിനെ മുഴുവൻ ഇടിച്ച് തെറിപ്പിക്കാൻ തുടങ്ങും. നാമിയാണെങ്കിൽ സാഞ്ചിക്കും സോറയ്ക്കും അവർക്ക് 2 പേർക്കും മുകളിലുള്ള ഒരു സ്റ്റെയർ കാണിച്ചു കൊടുക്കും. നാമി അവരോട് പറയും, ഈ ഒരു സ്റ്റെയർ അതുവഴി മുകളിലേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും ലൂഫി ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. അത് കേട്ട സോൾജിയേഴ്സ് അവരൊരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. കാരണം അവരത്രയും പേരവിടെ ഉണ്ടായിട്ട് അവരെ നമ്മുടെ ആൾക്കാര് ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഉടനെ ആ വില്ലന്മാര് ഇപ്പൊ ഗണ്ണെടുത്ത് നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ റെഡിയാവും. അത് കണ്ട സോറോ അവന്റെ 3 സ്ക്വാഡും എടുത്ത് ഒരൊറ്റ വെട്ടും. ആ ഒരു വെട്ടില് സോൾജിയേഴ്സ് എല്ലാവരും നാനാ ഭാഗത്തേക്ക് അങ്ങനെ തെറിച്ചു പോവും. റാങ്കി ഫാമിലിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അവരാണെങ്കിൽ കണ്ണടയ്ക്കാതെ സോറയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവൻ ഇത്രയും പവർ ഉണ്ടല്ലേ, എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇത്രയും പവറുള്ള സോറോ ഇവരുടെ ടീമിന്റെ ഹെഡാക്കാതിരുന്നത് എന്നവർ ചിന്തിക്കും. ആക്ച്വലി ലൂഫിയുടെ പവർ എന്താണെന്ന് അവർ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ അവർക്ക് പോകാനുള്ള വഴി അത് ഓപ്പണായി കിട്ടി. സോറയും നാമിയും അവർ 2 പേരും മുൻപോട്ടേക്ക് നടക്കും. അപ്പോഴായിരിക്കും സാഞ്ചി, നോ ഞാൻ എത്തിയിട്ടില്ല, എന്നെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞ് അവരുടെ പിന്നാലെ ഓടി വരിക. സാഞ്ചി ചാടി വന്ന് സോറയ്ക്കിട്ടൊരു ഒറ്റ തൊഴി, ഞാനാണ് നാമിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആള്, സോ എനിക്ക് പകരം മറ്റാരും അത് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അത് കേട്ട സോംബെ അവനാണെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. നാമി പറയും, നീ ഈ സമയത്തും പൊട്ടത്തരം കാണിക്കാണോ? നമ്മൾ ഇവിടേക്ക് വന്നത് റോബിനെ രക്ഷിക്കാനാണ്, അല്ലാതെ എനിക്ക് വഴി പറഞ്ഞു തരാനല്ല, സോ ഒരു കാരണവശാലും അത് മറക്കരുത്. അത് കേട്ട് സോറോ നമുക്ക് എത്രയും പെട്ടെന്ന് റോബിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ താഴേക്ക് ഉഷാറായിട്ട് ഓടും. അതുകൊണ്ട് നാമി അവൾ നിലവിളിച്ച് പറയും, സോറോ നീ എങ്ങോട്ടായി ഓടണേ? നമുക്ക് പോവേണ്ടത് അത് മുകളിലേക്കാണ്. സോറോ വീണ്ടും ഇപ്പൊ ചമ്മി ഐസാവും. അവൻ പറയും, അത് ക്ലിയർ ആയിട്ട് പറയണ്ടേ, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ മുകളിലേക്ക് വരാന്ന് പറഞ്ഞ് ഇപ്പൊ അവനും ഉഷാറായി മുകളിലേക്ക് ഓടും. ഉടനെ ആ 3 തലയൻ അവൻ ചാടി വീണ് നമ്മുടെ ആൾക്കാരെ അടിച്ചു തെറിപ്പിക്കും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളെല്ലാവരെയും ഞാൻ കൊന്നുകളയും, ഇതെന്റെ ശിക്ഷാവിധിയാണ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. അത് കണ്ട് സോറോ അവൻ നമ്മുടെ ആൾക്കാരോട് പറയും, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എത്രയും വേഗം ലൂഫിയുടെ അടുത്തേക്ക് പോ. ഇവിടെ ആ 3 തലയുള്ള വില്ലൻ അവൻ എഴുന്നേക്കാനായി കഷ്ടപ്പെടും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. സോംബയും ടീംസും ചേർന്ന് ഇപ്പൊ ആ വില്ലന്റെ കാലിൽ പിടിച്ച് അങ്ങനെ താഴേക്കിടും. കട്ട് ചെയ്താ ഇവിടെ ആ ബ്ലൂവാനോ അവനാണെങ്കിൽ ലൂഫിയെ കളിയാക്കാൻ തുടങ്ങും. നിന്റെ പവറൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ബോഡിയിൽ നിന്ന് വരുന്നത് വെറും ലൈറ്റ്നിങ് മാത്രമാണ്. പക്ഷെ ലൂഫി അവനവന്റെ കൈയൊക്കെ നീട്ടി എയിം ചെയ്ത് അടിക്കാൻ തയ്യാറാവും. വില്ലൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ അടുത്ത സെക്കൻഡ് ലൂഫി അവൻ ചെക്ക് പിസ്റ്റൽ എന്ന് പറഞ്ഞ് വില്ലന്റെ വയറ്റിൽ തന്നെ ആഞ്ഞൊരൊറ്റ ഇടി. ഒരു ഇടിയില് അവൻ ചോര തുളുമ്പി അങ്ങനെ നിൽക്കും. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ ലൂഫിയെ കാണാനുണ്ടാവില്ല. അവൻ എവിടേക്ക് പോയെന്ന് ചിന്തിച്ച് ഇപ്പൊ ആ വില്ലൻ അവൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ലൂഫി അവൻ പുറകിലൂടെ വന്ന് അവന്റെ കൈ കറക്കി ആ വില്ലന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരിട്ടി. അതിനുശേഷം ഓരോ ഭാഗത്തൂടെ വന്ന് അറഞ്ചം പുറഞ്ചം അവനെ അടിച്ചു കൊണ്ടേയിരിക്കും. ബ്ലൂവാനയ്ക്ക് പിടികിട്ടും ലൂഫി അവൻ ചില്ലറക്കാരനല്ല, സോ തൽക്കാലം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവനൊരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടുന്ന് എസ്കേപ്പ് ആവും. ലൂഫി ചുറ്റും നോക്കും, അവിടെ എവിടെയും ആ ബ്ലൂവാനോ വില്ലനെ കാണാനുണ്ടാവില്ല. കട്ട് ചെയ്ത ആ ബ്ലൂവാനോ വില്ലൻ അവനാണെങ്കിൽ ഏതോ ഒരു ഡയമെൻഷനിൽ കിടന്ന് അങ്ങനെ ശ്വാസം എടുത്തു വലിക്കുകയാണ്. ആക്ച്വലി ലൂഫി അവൻ ശരിക്കും പവർഫുൾ ആണ്. ആ 6 പവർ അതിനു മുകളിലായിട്ട് ഞാൻ ഇതുവരെ ആർക്കും പവർ ഉള്ളതായി കണ്ടിട്ടില്ല. പക്ഷെ ലൂഫിക്ക് അതിനു മുകളിൽ പവർ ഉണ്ടെന്ന് ഇന്നെനിക്ക് ബോധ്യമായി. സോ എന്തെങ്കിലും
കാര്യമായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. സോ കുറച്ചു മുൻപ് അവന്റെ കണ്ണിന്റെ ഭാഗം അത് ഡോറാക്കി മാറ്റിയതുപോലെ അവന്റെ ബോഡി മുഴുവനും ഡോറാക്കി മാറ്റണം. അങ്ങനെ ചെയ്താൽ അവന്റെ ബോഡിയിലെ കൺട്രോൾ പോവും. എനിക്ക് ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാൻ കഴിയും. ബ്ലൂവാനോ ഡോർ തുറന്ന് ഇപ്പൊ ലൂഫിയുടെ നേർക്ക് ഏറ്റത്ത് ചാടും. പക്ഷെ ലൂഫി ആണെങ്കിൽ അവനെ കറക്റ്റ് ആയിട്ട് കണ്ട് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവന്റെ മുൻപിൽ ഹായായിട്ട് നിൽക്കും. ഇത്തവണ ബ്ലൂവാനോ അവന്റെ ഫുൾ പവർ എടുത്ത് അയൺ ബോഡി അത് കൂടുതൽ സ്ട്രോങ് ആക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡിയിലെ പവർ അത് മുഴുവൻ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൈ ചുരുട്ടി പിടിച്ച് വലിച്ചൊരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ഇപ്പൊ ബ്ലൂവാനോ അവൻ ഒരുപാട് ദൂരത്തേക്ക് തെറിച്ചു പോവും. പക്ഷെ അവനാണെങ്കിൽ ഇപ്പോഴും പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സങ്കടാവും. ഞാൻ എന്റെ ഫുൾ പവർ എടുത്ത് അവനെ ഇടിച്ചിട്ടും അവനൊരു പോറൽ പോലും സംഭവിച്ചില്ല. അപ്പൊ അതേസമയം ബ്ലൂവാനോ അവൻ കൈയൊക്കെ തിരിച്ച് വമ്പൻ ആക്ഷൻ ഇട്ട് ഇടിക്കാൻ റെഡിയാവും. പക്ഷെ അടുത്ത സെക്കൻഡ് അവന്റെ കാറ്റ് പോയി ഇപ്പൊ താഴേക്ക് വീഴും. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. പക്ഷെ അവന് പെട്ടെന്ന് റോബിനെ കുറിച്ച് ഓർമ്മ വരും. അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവനിപ്പോ ദൂരേക്ക് നോക്കും. കട്ട് ചെയ്താ ഇവിടെ ഉസോപ്പ്. അവനാണെങ്കിൽ ആ രണ്ട് ആജാനുബാഹുക്കളെ ഉപയോഗിച്ച് വമ്പം ഫൈറ്റിലാണ്. പൗലിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ രണ്ട് ഗേറ്റ് കീപ്പേഴ്സ് നീ എങ്ങനെ ഇങ്ങനെ മാറ്റിയെടുത്തുവെന്ന് അവൻ ഇപ്പൊ ഉസോപ്പിനോട് ചോദിക്കും. ഉസോപ്പ് ക്യാഷ്വലായിട്ട് പറയും ഇത് വാരിയേഴ്സ് തമ്മിലുള്ള ചെറിയൊരു ഡീലിംഗ് ആണെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ആ ജുഡീഷ്യൽ കോർട്ടിന്റെ മുൻപിലേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്ത ആ ഗേറ്റിന് മുൻപില് നമ്മുടെ തവള അത് ഉഷാറായി ഓരോരുത്തരെയായിട്ട് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഗേറ്റിന്റെ മറ്റൊരു ഭാഗത്ത് ആ സ്ക്വയർ തലയുള്ള ലേഡീസ് അവരാണെങ്കിലും കത്തിയൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്ത് അവരെങ്ങനെയെങ്കിലും ആ ഒരു ലിവർ അത് പിടിച്ചു വലിക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ ഗാർഡ്സ് അവരതിന് സമ്മതിക്കാതെ അവിടേക്ക് ഓടി വന്ന് ആ ഗേൾസിനെ പിടിച്ചു വലിക്കും. മറ്റൊരു ഭാഗത്ത് സോംബെ അവനാണെങ്കിൽ ആ 3 തലയുള്ളവൻ അവനെ അറഞ്ചം പുറഞ്ചം ഇടിക്കും. സാഞ്ചിക്കാണെങ്കിൽ ഒട്ടും വയ്യ. അവൻ എത്രത്തോളം തല്ലുന്നോ അത്രത്തോളം നേവി സോൾജിയേഴ്സ് അവന്റെ മുൻപിലേക്ക് ചാടി വീഴാണ്. മറ്റൊരു സൈഡില് നാമിയും ചോപ്പറും അവർ രണ്ടുപേരും അവരുടെ സ്ട്രെങ്ത്തും വെച്ച് ഒരുപാട് പേരെ ഇടിച്ചോടിക്കും. കട്ട് ചെയ്ത ആ ഏജന്റ് വില്ലൻ അവനുടനെ ടെൻഷനായി അവിടെയുള്ള സോൾജിയേഴ്സിനോട് പറയും ഒട്ടും സമയം കളയാനില്ല. ഗേറ്റ് ഓഫ് ജസ്റ്റിസ് വഴി ഫ്രാങ്കിയെയും റോബിനെയും പുറത്തേക്ക് കൊണ്ടുപോകണം. ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് വഴി നമ്മൾ പോവുകയാണെങ്കിൽ പൈററ്റ്സിന് നമ്മളെ പിടിക്കാനായിട്ട് കഴിയില്ല. എത്രയും പെട്ടെന്ന് CP9 മെമ്പേഴ്സിനെ ഇവിടേക്ക് ഒരുമിച്ച് കൂട്ട്. ഉടനെ അസിസ്റ്റൻസ് യെസ് സാർ എന്നും പറഞ്ഞ് CP9 ടീംസിന്റെ അടുത്തേക്ക് പോകും. ഏജന്റ് റോബിനോടും ഫ്രാങ്കിയോടും പറയും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. നിങ്ങൾക്കുള്ള ശിക്ഷ അത് തന്നതിന് ശേഷം ഇവിടേക്ക് വന്ന ബാക്കിയുള്ള നിങ്ങളുടെ ടീം മെമ്പേഴ്സിനും ഉറപ്പായിട്ടും ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രാൻഡ്മയും കൊച്ചുമോളും അവർ രണ്ടുപേരും ആ ഫൈറ്റൊക്കെ കണ്ട് തുള്ളിച്ചാടും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവൻ ഉച്ചത്തില് റോബിൻ എന്ന് നിലവിളിക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ ലൂഫിയുടെ ശബ്ദം കേട്ട് ഭയങ്കര സന്തോഷാവും. വില്ലൻ ഏജന്റ് ആണെങ്കിൽ അത് കേട്ട് നടുങ്ങി വിറയ്ക്കും. മറ്റൊരു ഭാഗത്ത് റോബിൻ അവളുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി വരും. ലൂഫി വീണ്ടും റോബിൻ ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ കൊണ്ടുപോകാനാണ് എന്നലറി പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.